അപ്പൊ ഹിന്ദു മഹാസഭ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഇത് രണ്ടിനെയും തമ്മിൽ അടുപ്പിച്ച സ്വാതന്ത്ര്യ സമരം തകർക്കാം എന്ന് ബ്രിട്ടീഷുകാർ കണ്ട കാഴ്ചയാണ്. അല്ലാതെ ഭാരതത്തിന് ഇതിനൊരു ആവശ്യവുമില്ല. ഭാരതത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും എന്താണ്? ലോകത്തുണ്ടായ എല്ലാ മതങ്ങളും വിശ്വാസങ്ങളും നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ വരാത്ത സംസ്കാരം ഏതാണ്? യേശുക്രിസ്തുവിന് 500 കൊല്ലം മുമ്പ് ജീവിച്ച ഇറാനിലെ ഏറ്റവും വലിയ മഹാനായിരുന്നു 2 കൊമ്പുള്ള രാജാവ് ദുൽഖർനൈൻ. അദ്ദേഹത്തിന്റെ മതമാണ് പാർസി മതം. ആ മതം ഉടനെ തന്നെ 1 കൊല്ലത്തിനിടക്ക് ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പാർസികൾ ഇന്ത്യ മുഴുവനുണ്ട്. കോഴിക്കോട്ടുണ്ട് പാർസികൾ, ബോംബെയിലുണ്ട്. യേശുക്രിസ്തുവിന്റെ 500 കൊല്ലം മുമ്പുള്ളതാണ്. അതിന്റെ മുമ്പുള്ള മതമാണ് ജൂതമതം. മൂസാ നബി മരിച്ച ഏതാനും ദിവസങ്ങൾക്കകം ജൂതമതം കേരളത്തിൽ വന്നു. ഈസാ നബി യേശുക്രിസ്തു മരിക്കുന്ന കൊല്ലം കഴിഞ്ഞിട്ടില്ല ആ പ്രസ്ഥാനം ഇന്ത്യയിലേക്ക് വന്നു. നബിയുടെ കാലത്ത് തന്നെയാണ് ഇസ്ലാം മതം വന്നത്. നബി ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്ന കാലത്ത് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ മാറ്റം വരുത്താനുള്ള അതിശക്തമായ ഒരു വിപ്ലവ പ്രസ്ഥാനം എന്നുള്ള നിലക്കാണ് അതിന്റെ ആവിർഭാവം. അതിൽ ആവേശഭരിതനായ കേരളത്തിലെ രാജാവ് ചേരമാൻ പെരുമാൾ പറഞ്ഞു, എനിക്ക് മുഹമ്മദിനെ കാണണം. അങ്ങനെയാണ് അദ്ദേഹം മക്കത്തേക്ക് പോയത്. പായക്കപ്പലുണ്ടാക്കി 3 പായക്കപ്പലിലാണ് സഞ്ചരിച്ചത്. ഏറി കപ്പൽ പായുയർത്തി രാപ്പകലുകൾ ഓടി എത്തിടൈ ശേഖരമുക്കല്ല ഫസ്തി തന്നിൽ കൂടി. അങ്ങനെയാണ് അദ്ദേഹം പോയത്. അദ്ദേഹം ജിദ്ദ എന്ന സ്ഥലത്ത് വെച്ച് മുഹമ്മദിനെ കണ്ടു, മുഹമ്മദിന്റെ പ്രസ്ഥാനത്തിൽ ചേർന്നു. ഏറി പൂത്തു ചെത്തിയന്റെ താഹറങ്ങൾ കണ്ട് കീല അത്തലത്തുണ്ടായിരുന്നറിയണ്ടേ. ഇതൊക്കെ മനോഹരമായ പഴയ ചരിത്രത്തിലെ പാട്ടുകളാണ്. ആ ഭാഷ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് അറിയണമെന്നില്ല. ഹദ്ദ എന്ന് പറഞ്ഞാൽ ജിദ്ദ എന്നാണ്. ജിദ്ദയിൽ ചെന്നു, മുഹമ്മദിനെ കണ്ടു. കണ്ട ഉടനെ ചെയ്തതെന്താ അറിയോ? ചിർക്കടാക്ഷ കോൾമലർ ചെന്താമരപാദത്തിൽ, ചെന്താമര പോലെ മനോഹരമായ മുത്തുനബിയുടെ പാദത്തിൽ ചെമ്മതി കിരീടം എടുത്ത് സീറൈ താഴ്ത്തി. ചേരമാൻ പെരുമാൾ മഹാരാജാവ് തലയിൽ നിന്ന് കിരീടമെടുത്ത് നബിന്റെ മുമ്പിൽ തല താഴ്ത്തി. ഇപ്പൊ നബി പറഞ്ഞു, തല താഴ്ത്തി നമസ്കരിക്കരുത്, അത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. നമ്മുടെ സംസ്കാരം കെട്ടിപ്പിടിക്കലാണ്. കാലിങ്ങനെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഈ പഴയ കാലത്ത് ഞാൻ പറഞ്ഞു വരുന്നത്. അന്ന് തന്നെ ആ സംസ്കാരം ഇന്ത്യയിലേക്ക് കടന്നു വന്നു. ഇതൊക്കെ സ്വീകരിച്ച അതിമഹത്തായ പാരമ്പര്യമുള്ള രാജ്യമാണ് ഭാരതം. ഈ ഭാരതത്തെ ഭാരതമാക്കി ഉയർത്തിക്കൊണ്ടുവരണം എന്നാഗ്രഹിച്ചതുകൊണ്ടാണ്, പടച്ചവനാണ് സത്യം, ഹംസക്കൊക്കെ കോൺഗ്രസ്സാണ്. നിവൃത്തിയില്ലാത്തതുകൊണ്ട് കമ്മ്യൂണിസ്റ്റായി. ആ ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് ഒരിക്കലും എത്തില്ല എന്ന് ബോധ്യം വന്നപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നു. ഇത് BJP പോയാലും ലീഗിൽ പോയാലും എങ്ങനെയാണ് ഈ ലക്ഷ്യം സാധിക്കുക? എങ്ങനെ സാധിക്കും? BJPയും ലീഗും ഒന്നും ഞങ്ങളാരും കാണാനിട്ട. ലീഗിൽ ഞങ്ങൾക്ക് കാണാമായിരുന്നു. എനിക്കൊക്കെ പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ ലീഗാകാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. നമ്മുടെ ജില്ലാ പഞ്ചായത്തിനൊക്കെ അറിയാം. ഞങ്ങളത് അടുത്ത വീട്ടുകാരാണ്. എല്ലാ യോഗ്യതയുണ്ട്. പക്ഷെ ഞങ്ങൾ വന്നത് എന്തുകൊണ്ടാ അറിയും? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും അതിന്റെ ദേശീയ ചരിത്രത്തെക്കുറിച്ചും ഉണ്ടായ അഭിനിവേശവും ആവേശവും വികാരവും, അതാണ് ലീഗ് ആകാതെ പോയത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരന്റെ വെടിയുണ്ടൊക്കെ വീരുമാറ് കാണിച്ച് ദേശാഭിമാനികൾ പടമൊരുതിയപ്പോൾ ഇവർ ബ്രിട്ടീഷുകാരന്റെ കാലിൽ എണ്ണ തേച്ച് ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നു ലീഗ്. അതിന് എന്താ ഹംസാഖാന്റെ അടുത്ത് തെളിവ് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. തെളിവ് വേണമെങ്കിൽ ഞാൻ ഇതൊന്നോർത്തൊന്ന് പറഞ്ഞുതരാം. ഇന്ത്യന്റെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊള്ളുന്ന കാലം, നമ്മുടെ ജനതയെ അറസ്റ്റ് ചെയ്ത് മർദ്ദിച്ച് അന്തമാൻ ജീപ്പിൽ കൊണ്ടുപോയി മൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന കാലം. അന്ന് ഇവൻ പാടുകയാണ്, ഒട്ടും സ്വയാഭരണത്തിനും എറിയണ്ട ഒരു കാലവും പോലീസുകാരുടെ തല്ലുകൊണ്ട് എളിയണ്ട, പൊട്ടിപ്പുറം പുണ്ണാക്കിടും ഉളരണ്ട പോലീസുകാരുടെ തല്ലുകൊണ്ട് എളിയണ്ട, ഒരു കാലവും അത് താരുമോ മഹാരാജൻ, അതുകൊണ്ട് വേണ്ട ജനങ്ങളെ സ്വയരാജ്യം. മനസ്സിലുണ്ട്? സ്വാതന്ത്ര്യം വേണ്ടെന്ന് പാടിയവരാണ് ഇവരെ.
പൊട്ടിപ്പുറം പുണ്ണാക്കിടും ഉളരണ്ട, അടിച്ചിട്ട് പുറം പുണ്ണാക്കും. വല്ലാതെ ചൂടായി പ്രവർത്തിക്കേണ്ട കോൺഗ്രസിൽ സ്വാതന്ത്ര്യ സമരത്തിൽ. പൊട്ടിപ്പുറം പുണ്ണാക്കിടും ഉളരണ്ട, പോലീസുകാരുടെ തല്ലുകൊണ്ട് ഇളിയണ്ട, ഒരു കാലവും അത് താരുമോ മഹാരാജൻ, അതുകൊണ്ട് വേണ്ട ജനങ്ങളെ സ്വയരാജ്യം. പംസാക്കെന്താ ലീഗാകാഞ്ഞെന്ന് മനസ്സിലായെങ്കിൽ എന്നിട്ട് 5-ാം ജോർജ് ചക്രവർത്തിയുടെ അപദാന ഗിരിമകൾ പാടിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് അവൻ മധുക പാടുകയാണ്. ഇന്ത്യ എന്ന പതിക്ക് സ്വയംഭരണം കിട്ടാനാശിച്ചും കൊണ്ട് എന്തിനടോ തകരാറിന് പോണിക്കാലത്ത്, ഇത്രയും മര്യാദയിലെന്നും ഈ നാട് ഭരിക്കാൻ ഇത്ര നല്ലൊരു മന്നവനുണ്ടോ ലോകത്ത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പാട്ടിന്റെ അർത്ഥം തിരിയുന്നില്ലേ? ഇന്ത്യ എന്ന പതിക്ക് സ്വയംഭരണം കിട്ടാൻ ആശിച്ചും കൊണ്ട് എന്തിനടോ തകരാറിന് പോണീ കാലത്ത്, ഇത്രയും മര്യാദയിലെന്നും ഈ നാട് ഭരിക്കാൻ ഇത്ര നല്ലൊരു മന്നവനുണ്ടോ ലോകത്ത്. അപ്പൊ ഇവന് ഏതാ രാജ്യം? ഇവൻ ആരാ ലീഗ്? അപ്പൊ ഞങ്ങളെപ്പോലത്തുള്ള ആളുകൾ ബുദ്ധിയില്ലാത്തത് കൊണ്ടോ വിവരമില്ലാത്തത് കൊണ്ടോ ലീഗാകാതിരുന്നതല്ല, അതുള്ളത് കൊണ്ടാണ് ലീഗാകാതിരുന്നത്. ഇന്ത്യന്റെ സ്വാതന്ത്ര്യ സമരത്തിലോ സ്വാതന്ത്ര്യത്തിലോ ഇന്ത്യ സമരഘട്ടത്തിൽ ഒരു ചെറുവിരലിളക്കാൻ പോലും അവരെ കിട്ടിയിട്ടില്ല. എവിടെയൊക്കെ തൂസി വെക്കാൻ കഴിയും, എവിടെയൊക്കെ ആപ്പുമാറാൻ കഴിയും, അതായിരുന്നു ജോലി.